നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനിക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് ലഗ്നത്തിൽ 5ാം ഭാവാധിപതിയും കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണ് നിൽക്കുന്ന 5ലാണ് വ്യാഴം. അപ്പോൾ വ്യാഴം 5ൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും. പുതിയ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ യോഗമുണ്ട്. 10ാം ഭാവശുദ്ധിയും 10ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്തുമാണ് നിൽക്കുന്നത്. കുട്ടികളുണ്ടാകാത്തവർക്ക് പുത്രലാഭമുള്ള സമയമാണ്. മാനസികമായിട്ടെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ്. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ വളരെ നല്ല ദൈവാധീനമുള്ള സമയം, അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം വരിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. സർവാഭിഷ്ട സ്ഥാനത്താണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ, ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള ഭാഗ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന, സാമ്പത്തികമായി നല്ല വർധനവിന് യോഗമുള്ള ഒരു മാസമാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ. എന്നാൽ 7ാം ഭാവത്തിൽ 4ാം ഭാവാധിപതി ബാധകാധിപതിയായി നിൽക്കുന്നത് കൊണ്ട് ധർമ്മദയ വിഷയത്തിൽ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാം. ഭൂമി സംബന്ധമായിട്ട്, അതിർത്തി സംബന്ധമായിട്ടോ ഭൂമിയുടെ വഴി സംബന്ധമായിട്ടുള്ള വിഷയത്തിലൊക്കെയുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കാനിട വരിക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുക, ശത്രുതയായിട്ട് അകന്നു പോകാൻ ഇടവരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അത് പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് പ്രതിസന്ധികൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ദാമ്പത്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ദേവീക്ഷേത്രത്തിൽ ഉമാമഹേശ്വരി പൂജ ശിവക്ഷേത്രത്തിൽ ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യമത്യ പൂജ ചെയ്യുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ അടിവയർ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി ചെക്കപ്പ് ചെയ്യിപ്പിക്കുകയും പരിഹാരങ്ങൾ വരുത്തുകയും ചെയ്യണം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ഗുണം പറയാൻ പറ്റില്ല. കാരണം ലഗ്നത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. ദേഷ്യം, എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ട്. ശത്രുസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരിക, സഹായികൾ ശത്രുക്കളാകുക, വേണ്ടപ്പെട്ടവരകന്നു പോകാനിട വരിക, ഇങ്ങനെയുള്ള കുറച്ച് ദുരിതങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നാഗപൂജ ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലാവസ്ഥയുള്ളൂ. എന്നാൽ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല ദൈവാധീനമുണ്ട്. സാമ്പത്തികമായ നല്ല നേട്ടത്തിനും നല്ല തൊഴിലിലും കുടുംബസുഖം അനുഭവിക്കാനൊക്കെ യോഗമുള്ള സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.